ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രാവിലെ എനിക്കിപ്പോൾ കുറച്ച് മീൻ വേണമെന്ന് തോന്നി. നേരെ ഞങ്ങൾ വൈപ്പിനിലേക്ക് പോയി. നമ്മുടെ അടുത്താട്ടോ ഈ വൈപ്പിനൊക്കെ. അപ്പോൾ ഞങ്ങളെപ്പോഴും അവിടെ പോയിട്ട് ഫ്രഷ് മീൻ വാങ്ങാറുണ്ട്. ഐസിടാത്ത മീൻ കിട്ടും, ചീന വലയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് എപ്പോഴും വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ ചെന്നപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ചെറിയൊരു വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് രാവിലെ എന്ന് പറഞ്ഞാലും. അപ്പോൾ ദാ മീനിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് വലയിടുന്നു, വല പൊക്കുന്നു. പക്ഷേ എന്താ പോലെ മീൻ കുറവാണ്. അപ്പോൾ അവർ ചേട്ടന്മാരൊക്കെ പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ വെയിലാണല്ലോ, ചൂട് കൂടുതലായാലും മീനൊക്കെ കുറവാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വലയിലും തന്നെ കൂടുതലായിട്ടൊന്നും മീനൊന്നും കിട്ടണമില്ല. അപ്പോൾ ഈ വല ഇട്ടത് പൊക്കിയിട്ടും മീനൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നോക്കി കിടക്കണേ ഇതിൽ നിന്ന് നല്ല മീൻ കിട്ടുമെന്ന് വെച്ചിട്ട്. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഒരു വലക്കയിൽ കുറച്ച് കണമ്പ് കിട്ടി. നോക്കിയില്ല, നല്ല ഐസിടാത്ത മീനല്ലേ നമ്മൾ വാങ്ങി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങനെ കൊച്ചി കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ചുമ്മാ നടന്നപ്പോൾ ഒരു ഫിഷിംഗ് ബോട്ടൊക്കെ വരുന്നുണ്ട്. അതിനുമുമ്പ് ഒരു ഷിപ്പൊക്കെ അതിൽ പാസ് ചെയ്ത് പോയായിരുന്നേ. പിന്നെ തൊട്ടപ്പുറത്തെ കര അറിയാമല്ലോ, ഫോർട്ട് കൊച്ചിയാണ്. വൈപ്പിനിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് കടന്നത് നമ്മുടെ മനോഹരമായ ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ അതും കണ്ടിങ്ങനെ ഇവിടെ വന്ന ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര ഒരു സംഭവമായിരിക്കും ഈ കാഴ്ച. കാരണം കണ്ണെത്താത്ത ദൂരത്തോളം ഇങ്ങനെ ചീന വലകൾ ഇങ്ങനെയുണ്ട്, ഒറ്റ വരയുണ്ട്. ഒരു മീനൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞൊരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു വലയിടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെയും വലിയ തോതിൽ മീനൊന്നുമില്ല. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് ആകെ ഉണ്ടായിരുന്നത് കുറച്ച് തോടിയായിരുന്നു. തോടി കിട്ടി, ആ തോടി വാങ്ങി. പിന്നെ കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ച് നച്ചറ കിട്ടി. അപ്പോൾ ഒന്നും വേസ്റ്റ് ആക്കിയില്ലല്ലോ, നമ്മൾ വാങ്ങിയിട്ടിങ്ങ് പോന്നു. ഐസിടാത്ത മീനല്ലേ. അപ്പോൾ അത് ഈ ഫോർട്ട് കൊച്ചിയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്ക് ബോട്ടം കയറി ഫോർട്ട് കൊച്ചിയായി. ഒന്നും നോക്കാമല്ലോ, കൊച്ചിക്കാലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ഫുൾ ഡേ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് പോവാം കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. നാട്ടിലുള്ളവർക്കൊന്നും അധികം ഇൻട്രസ്റ്റ് അല്ലെങ്കിലും പുറത്തുനിന്ന് തന്നെ അവർക്കിത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരും. ഇപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ എല്ലാവർക്കും വന്ന് ഇതൊക്കെ കണ്ടു പോകാം, മീനൊക്കെ വാങ്ങിപ്പോവാം. നല്ലൊരു പ്ലേസ് കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഈ മീനൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ മീൻ എന്താ ചെയ്യുന്നത് കാണിച്ചിട്ടോ. മീനെ കാണിച്ചിടാവേ. അങ്ങനെ ഇതാ നോക്ക്, ഇതാണ് തോടി കണ്ടോ. ഇവനെ അങ്ങോട്ട് കുടപ്പുളി ഇട്ടങ്ങ് പറ്റിച്ചെടുത്തു. അതുപോലെ ഇത് നച്ചറ, നല്ല ഭംഗിയില്ല, നല്ല ഡിസൈനൊക്കെ ഉള്ള മീൻ. ഇവനെ നമ്മൾ തൊലിയൊക്കെ ഒലിച്ചിട്ടങ്ങ് വറുത്തു കണ്ടോ. നല്ല പച്ച മീനാട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കൊക്കെ ചത്തു, അവിടെ നിന്നേ പിടയ്ക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാണ് നമ്മളുടെ കണമ്പെന്ന് പറയുന്ന മീൻ. കണമ്പിനെ നന്നാക്കി അത് മാറ്റി വെച്ചു. ബാക്കിയെല്ലാം കറിയാക്കി ഫ്രൈ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മാക്സിമം എല്ലാവരും ഇതുപോലെ വന്നിട്ടല്ല ഫ്രഷ് മീനുകൾ വാങ്ങാൻ നോക്കുക. ഐസിടാത്ത മീനുകൾ വാങ്ങുക. ഇവിടെ അവൈലബിളാണ്. ഉണ്ടോ, നന്നാക്കാൻ കുറച്ച് പാടുണ്ടെങ്കിലും ഉണ്ടാക്കിക്കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു മീനുണ്ട് കേട്ടോ, നന്ദൻ എന്ന് പറയും. അവൻ നമ്മുടെ കാൽസ്യം കണ്ടൻറ്റ് നന്നായിട്ട് കഴിക്കണം എന്നുള്ളത് ഫ്രൈ അടിക്കാൻ മേടിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.